മനോഹരപ്രഭാതത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സമൂഹത്തിന്റെ ചരിത്രം പുസ്തകങ്ങളിൽ മാത്രം ജീവിക്കുന്നതല്ല, മനുഷ്യരുടെ ഓർമ്മകളിലും കഥകളിലുമാണ് അത് ഏറ്റവും ജീവനോടെ നിലനിൽക്കുന്നത്. ഒരു കഥയ്ക്ക് കാലത്തെ മറികടന്ന് മനുഷ്യരെ ബന്ധിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അത്തരത്തിൽ കഥകളിലൂടെ ഭൂതകാലത്തെ ഇന്നിലേക്കും ഇന്നിനെ നാളെയിലേക്കും കൈമാറുന്ന ഒരാളെ നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തുകാരൻ, സഞ്ചാരി, കഥാകാരൻ, ചരിത്ര ഗവേഷകൻ, ഛായാഗ്രഹകൻ, സംവിധായകൻ, ഇങ്ങനെ നിരവധി മുഖമുള്ള വ്യക്തിത്വമാണ് ഇമാദ് അമീൻ. സാറിനെ ഡിവിഷനിലേക്ക് ഹൃദയം നിറഞ്ഞെ സ്വാഗതം ചെയ്യുന്നു. യാത്രകളെ കഥകളായും കഥകളെ അനുഭവങ്ങളായും അനുഭവങ്ങളെ അറിവായും മാറ്റുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒയ്ക്കോ സ്റ്റോറീസ് എന്ന സംരംഭത്തിലൂടെ കഥ പറച്ചിലിനെ പഠനത്തിന്റെയും ചിന്തയുടെയും ഒരു മനോഹര വേദിയാക്കി മാറ്റിയ അദ്ദേഹം ചരിത്രത്തെ പുസ്തകത്താളുകളിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിലാണ്. ചിലർ ചരിത്രം വായിക്കുന്നു, ചിലർ ചരിത്രം എഴുതുന്നു, എന്നാൽ ചിലർ ചരിത്രത്തെ കഥകളിലൂടെ ജീവിപ്പിക്കുന്നു. അത്തരമൊരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സർ, പ്ലീസ്. Good morning, everyone. I hope you guys hear me properly. Okay. And the intro was really nice. നമ്മുടെ intro ഭയങ്കര നല്ല നൈസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാനൊരു ആവേശം വരുന്നുണ്ട്. That was really good. And memory and history, how we remember our past. ഇതാണ് നമ്മുടെ സംസാരിക്കേണ്ട സബ്ജക്റ്റ്. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ കൊണ്ട് തുടങ്ങാം. ഇമാജിൻ നമ്മുടെ ഒരു വല്യപ്പ ഇവര് നമ്മളോടൊരു കഥ പറയുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു കഥ പറയുന്നത് ഒരു കഥ. ബട്ട് ദ സെയിം ടൈം ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ്. നമ്മുടെ ചുറ്റുപാടും തന്നെ നടന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റിനെ അവരുടെ ഓർമ്മയിൽ പറയുന്നതാണ്. നമ്മൾ സങ്കല്പിച്ച് നോക്കുക. എക്സാമ്പിൾ 1947 സ്വാതന്ത്ര്യ കിട്ടുന്ന ആ ഒരു ഓർമ്മകള് നമ്മുടെ ഗ്രാൻഡ്മയുടെയോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നമ്മൾ കേൾക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. കുറച്ചുകൂടി ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടാവും അതില്. നമ്മളിപ്പോ അവര് സംസാരിക്കുന്നത് ഹ്യൂമൻ ഇമോഷൻസ് ആയിരിക്കും. അത്രയും കാലത്തെ സ്ട്രഗിള്, അവരുടെ ഡെയിലി ലൈഫിൽ അവർ അനുഭവിച്ച പ്രഷർ, അവരുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അനുഭവിച്ച ആ ഒരു ഹ്യൂമൻ ലൈഫ് ഒരാള് പറയുമ്പോൾ, ഒരു സാധാരണ ആള് പറയുമ്പോൾ അതുണ്ടാവും. ബട്ട് വെൻ സെയിം കം ടു ഹിസ്റ്ററി, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അതെന്താവും, അത് റെക്കോർഡഡ് ആവും. ഇന്ന സ്ഥലങ്ങളിൽ ആണ് ഇന്നത് നടന്നത്, ഇന്ന ഡേറ്റില് ഇന്ന ഉടമ്പടി പ്രകാരം അങ്ങനെ തുടങ്ങി എഴുതി വെക്കും. സോ ഇതാണ് മെമ്മറിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് ഇവിടെയാണ്. മെമ്മറി ഇറ്റ്സ് നോട്ട് ആക്ച്വലി പോളാർ ഓപ്പോസിറ്റ്സ് അല്ല. മെമ്മറി ആൻഡ് ഹിസ്റ്ററി ഓവർലാപ്പിംഗ് ഇൻഫ്ലുവൻസസ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മെമ്മറി ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഏർലി 90s നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏർലി 90s ഒരു മറാഠയിൽ ഒരു യുദ്ധം നടന്നിരുന്നു. യുദ്ധത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് ഭീമ കൊറേഗാവ് എന്നാണ്. അത് ബ്രിട്ടീഷ് ഫോഴ്സും പിന്നെ അന്നത്തെ അവിടെ പേഷ്വ ഭരണാധികാരികളും, മറാഠയിൽ ഉണ്ടായിരുന്ന പേഷ്വ എന്ന് പറയുന്ന ഭരണാധികാരികളുമായിട്ട് നടന്നതാണ് ഈ ബാറ്റിൽ ഓഫ് ഭീമ കൊറേഗാവ്. അപ്പോ ഒരു കാര്യത്തിലേക്ക് നോക്കിയാൽ, ഒരു വ്യൂ പോയിന്റിലൂടെ നോക്കിയാൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു റൂളിംഗ് ഫോഴ്സിനെ, ഒരു റൂളിംഗ് ഗ്രൂപ്പിനെ ഒരു കൊളോണിയൽ ഫോഴ്സ് വന്ന് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ഉണ്ടാവുന്നു. ഒരു നാഷണലിസ്റ്റിക് സൈഡിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ബട്ട് അതിലെ വേറൊരു ഇതെന്ന് പറയുന്നത്, അന്ന് മറാഠയിൽ ഉണ്ടായിരുന്ന ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അവര് ബ്രിട്ടീഷ് പക്ഷത്തായിരുന്നു. കാരണം പേഷ്വ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി ഹൈ കാസ്റ്റ് ആളുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമ്പന്നര്, രാജ്യത്ത് കുറച്ചുകൂടി സമൂഹത്തിൽ മേലെ നിന്നവരാണ്. അവർ ഈ മാർജിനലൈസ് കമ്മ്യൂണിറ്റി അവർ ആർമിയിൽ സ്വീകരിച്ചിരുന്നില്ല. പേഷ്വാസ് ബ്രിട്ടീഷ് പക്ഷത്ത് ചേർന്നു. ഇത് രണ്ടിനും the way the same event remembered എന്ന് പറയുന്നത് ഈ രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ്. ഇപ്പോഴും മാർജിനൈസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഭീമ കൊറേഗാവിന് പല നരേഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ അവിടെയാണ് ഈ ഹിസ്റ്ററിയിലെ മെമ്മറി എന്ന് പറയുന്ന സാധനം വർക്ക് ആകുന്നത്. ഒരു ആള് അദ്ദേഹത്തിന്റെ
അനുഭവത്തിലൂടെ ചരിത്രത്തെ വിവരിക്കുന്നു. മറ്റൊന്ന് റെക്കോർഡഡ് ആകുമ്പോൾ വരുമ്പോൾ ബ്രിട്ടീഷ് ഫോഴ്സ് ഇന്ത്യയിലെ പേഷ്വാ ഭരണകൂടത്തെ എതിർത്തു, അവരുമായി യുദ്ധം ഉണ്ടായി. ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള ചരിത്രരേഖയാണ്. എന്നാൽ മറ്റേത് വരുന്നത് പല ആളുകളുടെയും ഇമോഷൻസ് ആണ്, മെമ്മറി വരുമ്പോൾ സെയിം വേയിൽ അത് റിമെമ്പർ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും നമ്മൾ ഉദാഹരണം പറഞ്ഞ മെമ്മറി ആൻഡ് ഹിസ്റ്ററി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ, അതായത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ചരിത്രത്തിന്റെ ഇടയിൽ അറിയാതെ പോകുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഞാനിപ്പോ ഉള്ളത് കാലിക്കറ്റിലാണ്. കാലിക്കറ്റിൽ എന്റെ ഓഫീസിലാണ് ഇപ്പൊ ഉള്ളത്. കാലിക്കറ്റിൽ തന്നെയുള്ള കുറെ ആളുകൾ ഉണ്ടാവും. ഒരു 1498 ഒന്ന് പോയി നോക്കുക. 1498 ആണ് ഇവിടെ വാസ്കോഡ ഗാമ വരുന്നത്. 1498 വാസ്കോഡ ഗാമ ഇവിടെ വരുന്നത്. ഇത് ഒരു ഫാക്ച്വൽ ട്രൂത്ത് ആണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്കൂളിൽ വളരെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ആദ്യമായി കാലുകുത്തിയ വിദേശി എന്ന് നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ്. ബട്ട് നമ്മള് പഠിച്ചതിന് ഈ വാസ്കോഡ ഗാമ ഇവിടെ എത്തി എന്നുള്ള ഫാക്ച്വൽ ട്രൂത്തിന് എത്രയോ നൂറ്റാണ്ടുകളുടെ ഒരു പ്രയത്നമുണ്ട്. അല്ലെങ്കിൽ അതില് വളരെ രസകരമായ ഒന്ന് രണ്ട് കഥകൾ പറഞ്ഞു തുടങ്ങാന്ന് പറഞ്ഞാൽ, വാസ്കോഡ ഗാമയ്ക്ക് 10 വർഷം മുമ്പ് 1488 ഇവിടെ ഒരാൾ വന്നിരുന്നു. ഇവിടെ പോർച്ചുഗീസ് തന്നെ, അതായത് ഈസ്റ്റിലോട്ട് ഇങ്ങോട്ടുള്ള വഴി, കിഴക്കോട്ടുള്ള വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് ആ സമയത്ത് യൂറോപ്പിന്റെ വളരെ വലിയൊരു ആവശ്യമായിരുന്നു. യൂറോപ്പ് വളരെ കാരണം അന്ന് സ്പൈസ് ട്രേഡിംഗ് വഴി അറബ്സ് അല്ലെങ്കിൽ മുസ്ലിം വേൾഡ് അല്ലെങ്കിൽ ഇസ്ലാമിക് സുൽത്താനേറ്റ് എല്ലാം ഭയങ്കര സമ്പത്ത് ഉണ്ടാക്കുന്നു. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നവര് ഇവർ യൂറോപ്പിലേക്ക് പോലും ഈ സ്പൈസസ് എത്തുന്നത്, എസ്പെഷ്യലി കുരുമുളകൊക്കെ എത്തുന്നത് ത്രൂ ഈ ഇസ്ലാമിക് സുൽത്താനേറ്റ് വഴി, വെനീസ് വഴി അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. യൂറോപ്യൻസിന് കുരുമുളക് വളരെ അത്യാവശ്യമായിരുന്നു. ശരിക്കും യൂറോപ്യൻസ് കുരുമുളകിന് വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് ജസ്റ്റ് ഈ ഒരു സമ്പത്തിന് പ്രതീക്ഷിച്ച് മാത്രമല്ല. യൂറോപ്യൻസ് ഇവിടെ വന്നത് ഈ കുരുമുളക് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സിസ്റ്റൻസിന് തന്നെ, നിലനിൽപ്പിന് തന്നെ ആവശ്യമുള്ള ഒരു സമയം. ഇന്നത്തെ കാലത്ത് ക്രൂഡ് ഓയിൽ എങ്ങനെയായിരുന്നു, അന്ന് അങ്ങനെയായിരുന്നു ശരിക്കും കുരുമുളക് ഉണ്ടായിരുന്നത്. അവരുടെ ഈ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അവരുടെ ഭക്ഷണങ്ങള് പ്രത്യേകിച്ച് മീറ്റ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കേടുപാട് കൂടാതെ ശൈത്യകാലത്ത് വിന്റർ സീസണിൽ സൂക്ഷിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിരുന്നത് ഈ കുരുമുളകാണ്. ഈവൻ നമ്മൾ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈജിപ്തിലെ മമ്മിഫിക്കേഷന് വേണ്ടിയിട്ടും കുരുമുളക് ഉപയോഗിച്ചിരുന്നതായിട്ട് റെക്കോർഡ്സ് ഉണ്ട്. പല റെക്കോർഡും പല മിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈജിപ്തിലെ മമ്മിഫിക്കേഷന് വേണ്ടി കുരുമുളക്. സോ കോഴിക്കോടുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മലബാർ തീരവുമായിട്ടുള്ള വിദേശികളുടെ ബന്ധം അത്രയ്ക്കും പഴക്കമുള്ളതാണ്. ആൻഡ് അങ്ങനെ യൂറോപ്യൻസിന് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യ ഘടകമായപ്പോഴേക്ക് ഇങ്ങോട്ട് ഈസ്റ്റിലേക്ക് ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ അന്നത്തെ രാജാവ് ഫെഡറിക് എന്ന് പറയുന്ന അന്നത്തെ രാജാവ് പോർച്ചുഗലിലെ, അദ്ദേഹം പല ആളുകളെ ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. പക്ഷെ പലരും ഈ യെരുശലേം അങ്ങനെയുള്ള ഭാഗങ്ങൾ വന്നിട്ട് മടങ്ങിപ്പോകും. കാരണം അറബി അറിയില്ല, പലർക്കും അറബി അറിയില്ല. അങ്ങനെ ഒരു അറബിയും മറ്റു പല ഭാഷകളും അറിയാവുന്ന ഒരാളെ അന്വേഷിച്ച് രാജാവ് ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രണ്ടുപേരെ അദ്ദേഹത്തിന് കിട്ടി. അതിലൊരാളാണ് കോവിൽഹോ എന്ന് പറയുന്ന ഒരാള്. അപ്പൊ കോവിൽഹോയെ മലബാർ തീരത്തേക്ക് അയക്കാൻ രാജാവ് തീരുമാനിച്ചു. കോവിൽഹോയും മറ്റൊരു വ്യക്തിയും കൂടി ഇറങ്ങിത്തിരിക്കുന്നു. ഒരാള് ആഫ്രിക്കൻ സൈഡിലേക്ക് പോയി. ഈ കോവിൽഹോ എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് തുറമുഖത്തിന് ലക്ഷ്യം വെച്ചിട്ട് വന്നു. അങ്ങനെ 1488 കോവിൽഹോ കണ്ണൂരെത്തി. കണ്ണൂർ വഴി പിന്നീട് കാലിക്കറ്റിൽ അദ്ദേഹം എത്തുന്നത് അറബി വേഷത്തിലാണ്. കാരണം അറബികളുടെ കൂടെയാണ് സഞ്ചാരം. അറബി വേഷത്തിലെത്തി. ആരും സംശയിക്കില്ല, അദ്ദേഹത്തിന് അറബിയിൽ നല്ല നൈപുണ്യ ആളായിരുന്നു. അതുകൊണ്ട് ആരും സംശയിക്കില്ല. അദ്ദേഹം വലിയങ്ങാടിയിൽ, അന്നത്തെ കോഴിക്കോട് അങ്ങാടിയിൽ ഒരു വലിയൊരു നീണ്ടൊരു നടന്നു. ഓരോ കാര്യങ്ങളും, ഓരോ കടകൾ, എങ്ങനെയാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്, അതേപോലെ തന്നെ അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളും കാര്യങ്ങളും ഒക്കെ സന്ദർശിച്ച് അദ്ദേഹം റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ റെക്കോർഡ് ബുക്കിൽ പറയുന്നുണ്ട്,
വെനീസിൽ സ്വർണത്തെക്കാൾ വിലയുള്ള കുരുമുളകിന് ഇവിടെ വളരെ കുറഞ്ഞ വിലയെ കോഴിക്കോട് തുറമുഖത്തുള്ളൂ. കോഴിക്കോട് തുറമുഖം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് ബുക്കിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. സോ ആ പുസ്തകം അദ്ദേഹം പല ആളുകൾ വഴിയും പോർച്ചുഗലിലെ രാജാവിനെത്തി. രാജാവിനൊരു നിധി കിട്ടിയ സന്തോഷമായിരുന്നു. കാരണം എത്രയോ നൂറ്റാണ്ടുകളായി ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വഴി. ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. അതിനുശേഷമാണ് മാനുവൽ രാജാവിന്റെ അനുഗ്രഹത്തോടെ, പിന്നീട് വന്ന മാനുവൽ രാജാവിന്റെ അനുഗ്രഹത്തോടെ വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിലേക്ക്, ഇത് കേരളത്തിന്റെ മലബാർ കോഴിക്കോട് തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത്. അപ്പോ എപ്പോഴെത്തും, എങ്ങനെ എത്തും എന്നൊന്നും കൃത്യമായി എത്തുമോ എന്നൊന്നും അറിയാത്തൊരു യാത്രയാണ് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് അല്ലെങ്കിൽ മലബാർ തീരത്തേക്കുള്ളത്. അവരാദ്യം ആഫ്രിക്കയിലെ മലിന്തി എന്ന് പറയുന്ന ദ്വീപിലാണ് എത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് ഗുജറാത്തിലെത്തുന്ന ഒരു ഗുജറാത്തി പൈലറ്റിനെ കൂടെ കൂട്ടിയിട്ടാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ എത്തുമോ എന്ന് ഉറപ്പില്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ കപ്പലിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഈ പോർച്ചുഗലിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന കുറ്റവാളികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിലാണ് രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ വരുന്നത്. നമ്മള് വാസ്കോഡ ഗാമ പോർച്ചുഗീസിൽ നിന്ന് വന്ന് ആദ്യമായി ഇവിടെ ഇറങ്ങിയെന്ന് നമ്മൾ പഠിച്ചതിന്റെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് വരുന്നത് അവിടെയാണ്, ഡിഫറെന്റ് സ്റ്റോറി വരുന്നത് അവിടെയാണ്. അവര് മലബാർ തീരത്തിന്റെ മലബാറിലേക്ക് അടുക്കുന്നതിന് മുമ്പ് അവര് കപ്പൽ ഇങ്ങനെ അടുപ്പിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം എന്താണ് അവിടെയുള്ള ആളുകൾ, എന്താണ് ആ തീരത്തുള്ളവരുടെ സ്വഭാവം, എന്താണ് സൈനികരുണ്ടോ, അവരെങ്ങനെയായിരിക്കും വിദേശികളെ ഡീൽ ചെയ്യുക, ഇതൊന്നും അറിയില്ല. അങ്ങനെ വാസ്കോഡ ഗാമ തന്റെ കപ്പലിൽ ഉണ്ടായിരുന്ന കൂടെ വന്ന അയാളെ ആദ്യം പറഞ്ഞു വിട്ടു. ആദ്യം തീരത്തേക്ക് ഇയാൾ നീന്തി കയറി അവിടുത്തെ രാജാക്കന്മാരുടെ അവിടുത്തെ രാജാവിന്റെ തീരത്തിന്റെ സ്വഭാവം, സൈനികരുടെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കാൻ വിട്ടു. അങ്ങനെ പോയി തിരിച്ചു വന്നു. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഫണ്ണി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചതിനപ്പുറം, ഇന്ന് നമുക്ക് അറിയാവുന്നതിനപ്പുറം ഒക്കെ ഇവിടെ മലബാറിന്റെ തീരത്ത് ആദ്യമായി പോർച്ചുഗീസുകാരുടെ ഇടയിൽ നിന്ന് കാലുകുത്തിയത് പോർച്ചുഗലിലെ ലിസ്ബണിലെ ഏതോ ജയിലിൽ കിടന്നിരുന്ന ഒരു കുറ്റവാളിയാണ്. അതിനുശേഷമാണ് വാസ്കോഡ ഗാമ കാലുകുത്തുന്നത്. സോ എന്തുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ കിഴക്കിലോട്ടുള്ള കോഴിക്കോട് തുറമുഖത്തിലേക്കുള്ള ഈ ഒരു പാത അത്ര ആവശ്യമായി? നേരത്തെ കോവിൽഹോ എഴുതിയ ഡയറിയിൽ പറഞ്ഞ പോലെ തന്നെ അന്ന് ലോകത്തുണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു, വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു കോഴിക്കോട്. തുറമുഖങ്ങൾക്കപ്പുറം ഇവിടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഫ്രെറ്റേണിറ്റി ഉണ്ടായിരുന്നു. ഇവിടുത്തെ അന്നത്തെ രാജാവ് സാമൂതിരി ആളുകളെ വെൽക്കം, അദ്ദേഹത്തിന് ഒരു ലോങ് വിഷൻ ഉള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇവിടെ അറബികൾ വരാൻ തുടങ്ങി, പേർഷ്യൻസ്. ശരിക്കും സാമൂതിരി ഭരണം വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ അറബി, പേർഷ്യൻസ് ഭരണം വരാൻ തുടങ്ങി. ഇവിടെ ചൈനീസ് വന്നിട്ടുണ്ട്, ആഫ്രിക്കൻസ് തന്നെ സാമൂതിരിയുടെ പടയാളികളായി തന്നെ ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു. അതിനു പുറമെ ഗുജറാത്തീസ്, ഇന്ത്യയിൽ തന്നെയുള്ള ബാക്കിയുള്ളവരും, ജൈന മതക്കാര് എല്ലാരും ഇവിടെ വന്നിരുന്നു. ഇവിടെ എല്ലാരും വന്ന് വെൽക്കം ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ കോഴിക്കോടാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പൊ കോഴിക്കോട് നമ്മൾ ചെന്നിട്ട് സിറ്റിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിന്റെ അവിടെ നിന്ന് വലിയങ്ങാടി ആ ഭാഗത്തൊക്കെ നമ്മളൊരു 10 കിലോമീറ്റർ ഒരു റൗണ്ട് വരച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ആ 10 കിലോമീറ്ററിന്റെ ഉള്ളില് നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റീസിന്റെ ഇപ്പോഴത്തെ തലമുറയിൽ കാണാൻ പറ്റും. മുസ്ലിംസിൽ തന്നെ സെയ്തന്മാരുടെ കുടുംബങ്ങൾ, അല്ലെങ്കിൽ സെയ്ദ് മഖ്ദൂം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മഖ്ദൂമാരുടെ കുടുംബങ്ങൾ, പേർഷ്യൻസിന്റെ അറബീസിന്റെ ഒക്കെ ലീനേജിൽ പെടുന്നവര്, ഗുജറാത്തികള്, വൈഷ്ണവാസ്, ജൈനസ്, ഇങ്ങനെ ഇവരെല്ലാവരെയും ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അന്ന് ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു കാറ്റുണ്ട്, ഒരു മൺസൂൺ കാറ്റാണ്. ഈ ഹിപ്പാലസ് കാറ്റ് അടിക്കുമ്പോഴാണ് അവിടെ നിന്ന് കപ്പലുകളിൽ ഈ 6 മാസം അടിക്കുന്ന ഹിപ്പാലസ് കാറ്റിലാണ് ഈ കപ്പലുകളിൽ അറബികളും ബാക്കി ചൈനക്കാരും ബാക്കി ആഫ്രിക്കൻസും എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ കച്ചവടം ചെയ്ത് അടുത്ത 6 മാസം അവർക്ക് ഇവിടെ നിന്നിട്ട് ഈ ഹിപ്പാലസ് കാറ്റ് തിരിച്ചടിക്കുമ്പോഴേ അവർക്ക് പോകാൻ പറ്റും. അപ്പോ സാമൂതിരി
ഇവരെ ഇൻവെസ്റ്റ്മെന്റ്, ഇവരെ ഈ ഇതൊക്കെ ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ തന്നെ താമസിച്ചു. ഇവർക്ക് പ്രത്യേക പരിഗണന. അവരും ലോക്കലി മാരീഡ് ആയിരുന്നു. അവർ പലരും ഇവിടെ ലോക്കലി മാരീഡ് ചെയ്തു. നമ്മുടെ കോഴിക്കോടിന്റെ ഒരു ഫുഡ് കൾച്ചറിന്റെ ഒക്കെ ചരിത്രം ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും തുടങ്ങുക. കാരണം 6 മാസം ഇവിടെ ലോക്കലി മാരീഡ് ചെയ്യപ്പെടുമ്പോൾ 6 മാസം എന്താണ്, വിദേശിയായ പുയ്യാപ്പിള ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഓരോ ദിവസം പുതിയ വിഭവങ്ങൾ. കാരണം അന്ന് സ്പൈസസ് ഒക്കെ അത്ര അവൈലബിൾ ആയിരുന്നു. അവര് ഇന്നതുള്ളതിനേക്കാളും ഗംഭീരമായ ക്വാളിറ്റി സാധനങ്ങൾ അന്നും അവൈലബിൾ ആയിരുന്നു. ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 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 ഇന്ന് കാണുന്ന നമ്മുടെ പ്രസന്റ് ഇന്ന് നമ്മൾ ശരിക്കും കോഴിക്കോട് എടുത്തു നോക്കാം. ഞാനൊരു കോഴിക്കോട്ടുകാരനല്ല, പക്ഷെ കോഴിക്കോട് വന്നിട്ട് ഞാൻ എന്താണ് ഇതുവരെ തിരിച്ചു പോകുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എത്രയോ കാലമായി ഈ നാട്ടിൽ തന്നെയാണ്, പോയാലും എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. കോഴിക്കോട് അങ്ങനെ പുറമേ നിന്ന് ആളുകളെ എപ്പോഴും വെൽക്കം ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കിയാല് നമ്മുടെ ബീച്ച് സൈഡിലായിക്കോട്ടെ മാനാഞ്ചിറയിലായിക്കോട്ടെ ഒക്കെ നോക്കിയാല് ആളുകള് ഒരുമിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രെറ്റേണിറ്റി ഉണ്ടാവും. പുറത്തുനിന്നുള്ളവരായിക്കോട്ടെ, ഇവിടുത്തെ സ്വൈര്യ ജീവിതം മുടക്കാത്തിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിട്ടും എല്ലാ വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ ഒരു സംസ്കാരം ഊരിത്തിരിഞ്ഞത് തന്നെ, ഇന്നത്തെ വർത്തമാന കാലത്തിന്റെ സംസ്കാരം ഊരിത്തിരിഞ്ഞത് തന്നെ ഇത്രയും നൂറ്റാണ്ടുകളുടെ ശീലമാണ്. കാലങ്ങൾക്ക് ഒരുപാട് മുമ്പേ അന്താരാഷ്ട്ര തലത്തില് കോഴിക്കോട് തുറമുഖം ആളുകളെ വെൽക്കം ചെയ്തിരുന്നു. ഇവിടെ അത്രയും ആളുകള് ജീവിച്ചിരുന്നു. പിന്നെ ഇതില് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിഗർ ആണ് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. കോഴിക്കോട് ചരിത്രത്തിലെ അദ്ദേഹം മൊറോക്കൻ സ്വദേശിയായ, മൊറോക്കോയിലെ ടാൻജീൻ സ്വദേശിയായ വിശ്വവിഖ്യാതനായ സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിലാണ് കോഴിക്കോടേക്ക് വരുന്നത്. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ യാത്രകൾക്കിടയിൽ ഡൽഹിയിൽ, അന്ന് തുഗ്ലക്കാണ് ഭരിക്കുന്നത്, അദ്ദേഹം വരുമ്പോൾ തുഗ്ലക്കിന്റെ കൊട്ടാരത്തിലെത്തുന്നു. തുഗ്ലക്ക് അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യവും കണ്ട് അങ്ങനെ 8 വർഷത്തോളം തുഗ്ലക്കിന്റെ കോർട്ടിലെ മന്ത്രിയായിരുന്നു ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയെ അദ്ദേഹം ഒരു മിഷന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട് തുഗ്ലക്ക്. മിഷൻ ഇതാണ്: ചൈനയിൽ പോയിട്ട് ചൈന രാജാവിന് ചില സന്ദേശങ്ങൾ അയക്കണം. അതിനു മുന്നും കുറെ സ്റ്റോറീസ് ഉണ്ട്. ചൈന രാജാവിന്റെ പക്ഷെ വെറുതെ അങ്ങനെ പോകാൻ പറ്റില്ല. കുറെ ഉപകാരങ്ങളും കാര്യങ്ങളും, കുറെ ഒരു രാജാവിന്റെ പ്രൗഢി കാണിക്കാനുള്ള എല്ലാ ഉപകാരങ്ങളും കൊണ്ടുവേണം ചൈനയിൽ പോകാൻ. അന്ന് ഇബ്നു ബത്തൂത്തയ്ക്ക് ചൈനയിൽ പോകണമായിരുന്നെങ്കിൽ കോഴിക്കോട് വരണമായിരുന്നു. ഏകദേശം 20ഓളം ചൈനീസ് കപ്പലുകൾ ഇവിടെ വരുമായിരുന്നു. ഇവിടെ പല കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ട് കിടക്കുമായിരുന്നു. അന്ന് ചൈനയിൽ പോകണമായിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് ഇവിടെ കോഴിക്കോട് ഇരിക്കുന്ന എനിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് ബാക്കിയുള്ളവർക്കൊക്കെ ചൈനയിൽ പോകണമെങ്കിൽ ഡൽഹി പോകണം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യങ്ങൾ പോകണം. പക്ഷെ അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഇബ്നു ബത്തൂത്തയ്ക്ക് ചൈനയിൽ പോകണമായിരുന്നെങ്കിൽ ഇവിടെ വരണമായിരുന്നു, ഇവിടെ കോഴിക്കോട് വരണമായിരുന്നു. അത്രയ്ക്ക് കണക്റ്റഡ് ആണ്. ഇപ്പോ നമ്മുടെ ഈ ഹിസ്റ്ററിയൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കഥകളൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഹിസ്റ്ററിയുടെ പല ലെയേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഹിസ്റ്ററി മാറ്റിക്കൊണ്ടിരിക്കുന്ന പല ലെയേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു പെർസെപ്ഷനില് ഇവിടേക്ക് എങ്ങനെ ഈ നാട്ടിൽ ഇന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ കേരള സ്റ്റോറി എന്നൊക്കെ പറയല്ലോ, കേരളത്തിന്റെ റിയൽ, ഇവിടെ ആളുകൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നത്. ഇന്ന് തദ്ദേശീയരായ ആളുകൾ മാത്രമല്ല, ലോക്കലായ ആളുകൾ സന്തോഷമായി ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ആളുകളെ വെൽക്കം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും അവരെ ഇവിടെ താമസിക്കുകയും അവരെ ഇവിടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോ ഇത്രയും ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ പാസ്റ്റ്, ഇറ്റ്സ് വെരി മച്ച് അബൌട്ട് ദ പ്രസന്റ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രസന്റിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരുന്നത് ഒരു സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണെന്ന് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ നിങ്ങൾ, എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, വക്കം അബ്ദുൽ ഖാദർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം INA ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം 26-ാമത്തെ വയസ്സിൽ മദ്രാസ് ജയിലിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് INA ജോയിൻ ചെയ്യാണ് ചെയ്തത്. സോ ഞാൻ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ 2-ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത്. ആ സമയത്ത് എനിക്ക് അദ്ദേഹം ഗ്രാൻഡ് ഫാദർ ആണ്. ഞാൻ എന്റെ 2-ാം ക്ലാസ്സിലോ ആ സമയം തൊട്ടേ എന്റെ വാപ്പച്ചി പറഞ്ഞു തന്നിരുന്ന അറിവിൽ അദ്ദേഹം എനിക്ക് ഗ്രാൻഡ് ഫാദർ ആണ്. അദ്ദേഹം അവസാനമായി മദ്രാസ് ജയിലിൽ നിന്ന് തന്റെ ഉപ്പാക്ക് എഴുതിയ കത്ത്, അതിപ്പോ സൂക്ഷിക്കുന്ന ഞാനാണ്. ആ കത്ത്
എനിക്ക് ആദ്യമായി കിട്ടിയപ്പോ ഉപ്പുപ്പ തന്റെ വാപ്പാക്ക് എഴുതിയ കത്ത് ഇങ്ങനെ. ബട്ട് നൗ ഞാനൊരു ഹിസ്റ്ററി ഗവേഷകനോ ഹിസ്റ്റോറിയനോ ആകുമ്പോൾ എനിക്ക് അദ്ദേഹം ഒരു ഹിസ്റ്ററിക്കൽ ഫിഗർ ആണ് മോസ്റ്റ്ലി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്, ആ കേസിൽ എവിടെയെങ്കിലും കൊടുക്കേണ്ട ഒരു റെക്കോർഡാണ് അദ്ദേഹം അവസാനമായിട്ട് അയച്ച കത്ത് എന്ന് പറയുന്നത്. ആ കത്ത് തന്നെ എന്റെ എഴുത്തിനെ ആയിക്കോട്ടെ ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാന് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഫാമിലിയിൽ. നമ്മുടെ വീട്ടില് വല്യപ്പന്മാരുണ്ടാവും, വല്യമ്മമാരുണ്ടാവും. നമ്മൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം ഇടയ്ക്ക്, പഴയ കഥകളും കാര്യങ്ങളൊക്കെ. അവര് ചില ഫാക്ച്വൽ കാര്യങ്ങൾ പറഞ്ഞുതരും. അവരുടെ ഹ്യൂമൻ ഇമോഷൻസ് ആഡ് ചെയ്തിട്ട് അവർ കുറച്ച് കഥകളും കാര്യങ്ങളും പറഞ്ഞു തരും. അതിന്റെ കൂടെ നമ്മുടെ റിസർച്ചും കൂടി ആകുമ്പോൾ ഒരു പ്രോപ്പർ ഒരു ഹ്യൂമൻ ടച്ച് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി സ്റ്റഡി നമുക്ക് കിട്ടും. അത് എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെയാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ മലബാർ കോസ്റ്റിന്റെ കാര്യത്തിൽ തന്നെയായാലും ഇന്ന് ഇവിടെ നമ്മൾ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ കോഴിക്കോട് ഒരു മിഷ്കൽ മസ്ജിദ് ഉണ്ട്. കോഴിക്കോട് മിഷ്കൽ മസ്ജിദ് സന്ദർശിച്ച എത്ര പേരുണ്ടെന്ന് അറിയില്ല. മിഷ്കൽ മസ്ജിദ്, മുച്ചുന്തിപ്പള്ളി, അങ്ങനെ കുറെ ഇതുണ്ട്. മിഷ്കൽ മസ്ജിദ് കോഴിക്കോട് കാളി, ചെറിയ കാളി, വലിയ കാളി ഒക്കെ ഉള്ള, ഇന്നും മിഷ്കൽ മസ്ജിദില് ആ കാളിയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിലെ പ്രധാന അതിഥികളിൽ ഒരാള് സാമൂതിരിയാണ്. അതായത് ഇന്നത്തെ തലമുറയിലെ സാമൂതിരി, ഇന്നും ഇവിടെ സാമൂതിരി ഉണ്ട് മിഷ്കൽ മസ്ജിദിലെ കാളിയൊക്കെ. അപ്പൊ ആ കാളിയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിലെ പ്രധാന അതിഥി എന്ന് പറയുന്നത് സാമൂതിരി രാജാവാണ്. അത് വർഷങ്ങളായിട്ട് നീണ്ടുവരും. കാരണം അന്ന് ഇവിടുത്തെ ലോക്കൽ രാജാവായിരുന്ന സാമൂതിരി, അദ്ദേഹം ആണ് അന്നത്തെ ഇവിടെ ഷഹബന്ദർ കോയ, ഇബ്രാഹിം ഷഹബന്ദർ കോയ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന്, അദ്ദേഹം ബഹ്റൈൻ സ്വദേശിയായിരുന്നു. അദ്ദേഹമായിരുന്നു കോഴിക്കോട് തുറമുഖത്തിന്റെ ചാർജ് സാമൂതിരി കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഒരു ബഹ്റൈൻ സ്വദേശിയായിരുന്നു നഖൂദ മിഷ്കാൽ. നഖൂദ മിഷ്കാൽ എന്ന് പറയുന്നത് ഒരു അറബിക് സഞ്ചാരിയായിരുന്നു. സഞ്ചാരിയല്ല, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഈ മിഷ്കൽ മസ്ജിദിന്റെ പിന്നിൽ പണിതതിന്റെ പിന്നിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ നഖൂദ മിഷ്കലും സംഘവും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നിന്ന് മലബാർ തീരം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ കപ്പലുകളിൽ സൂഫികൾ ഉണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും. ഈ സൂഫികൾ എന്ന് പറയുന്ന ഒന്ന് റിലീജിയസ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവുകളാണ്. ഒന്ന് ഇവിടെ വരുമ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം, അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു തുക ഇന്ന ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ഈ സൂഫികളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഈ കപ്പൽ ചെറിയൊരു അപകടത്തിൽ പെടുമ്പോൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ തീരത്തൊരു പള്ളി പണിയാമെന്ന് അദ്ദേഹം നേർച്ച നേരുന്നുണ്ട്. ഇതൊരു കഥയാണ്, ഒരു ലെജൻഡാണ്. എന്നാൽ ചരിത്ര വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ ഹിന്ദു രാജാവായിരുന്ന സാമൂതിരി അദ്ദേഹം മുസ്ലിംസിന്, അതും വിദേശിയായ മുസ്ലിമായ നഖൂദ മിഷ്കാലിന് ഒരു സ്ഥലം അനുവദിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഒരു പള്ളി പണിയാൻ. അങ്ങനെ അവര് പണിത പള്ളിയാണ് ഇന്ന് നമുക്ക്, അതൊരു ചരിത്ര സ്മാരകത്തിനപ്പുറം പല കാര്യങ്ങള്, ഹിസ്റ്ററി എന്ന് പറയുന്ന അങ്ങനെ പല കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മൾ ഹിസ്റ്ററി ജസ്റ്റ് ഒരു പുസ്തകങ്ങളിലോ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകങ്ങളിലോ എഴുത്തുകളിലോ വാമൊഴികളിലോ അപ്പുറം പല കാര്യങ്ങൾ ജീവിക്കുന്നുണ്ട്. ബിൽഡിങ്സില്, പല ചരിത്ര പ്രധാനമായ കെട്ടിടങ്ങളില്, ചില കുത്തിവെച്ച കല്ലുകളില്. നമ്മുടെ കുറ്റിച്ചെറിയ തന്നെയുള്ള മറ്റൊരു പള്ളിയാണ് മുച്ചുന്തിപ്പള്ളി എന്ന് പറയുന്നത്. മുച്ചുന്തിപ്പള്ളിയുടെ ഉള്ളിൽ ഒരു കല്ലുണ്ട്. ആ പള്ളിയുടെ റെക്കോർഡ്സ് കുത്തിവെച്ച ഒരു ചെറിയ കല്ല്. അതേ ഉള്ള കല്ലുകളില് ബിൽഡിങ്ങുകളിലൊക്കെയാണ് ഹിസ്റ്ററി, അതിലൊക്കെയും ഹിസ്റ്ററി ജീവിക്കുന്നു. ഇപ്പോ നമ്മള് അതായിരുന്നു നമ്മുടെ വർത്തമാന കാലം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് പാരീസിലെ ഐഫിൽ ടവറിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഐഫിൽ ടവർ എന്ന് പറയുന്നത്, അത് ഇന്ന് പാരീസിന്റെ തന്നെ, വേൾഡിലെ തന്നെ ഒരു പ്രധാന ചിഹ്നമാണത്. പക്ഷെ ആദ്യകാലത്ത് ഐഫിൽ ടവർ പണിയുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു പാരീസിൽ നിന്ന്. അതായത് ആ 800കളിലും ഏർലി 90സിലും പാരീസിൽ ഒരു ഈ എക്സ്പോ നടന്നിരുന്നു. വ്യാവസായിക എക്സ്പോ ആണ്. അപ്പൊ അന്നേ അവിടെ എക്സ്പോ നടന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഈ എക്സ്പോകൾക്കിടയിൽ ഈ ആളുകൾ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോപുരം പണിയണം എന്നൊരു ഐഡിയ വന്നു. ആ ഐഡിയയിലാണ് ഗുസ്താവ് ഈഫിൽ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറും അദ്ദേഹം സമർപ്പിച്ച ഡിസൈൻ ആണ് ഈ ഐഫിൽ ടവറിന്റെ ഡിസൈൻ. പക്ഷെ അന്ന് ആദ്യം ഇത് എപ്പോഴാന്ന് വെച്ചാൽ പണിയാൻ എളുപ്പമാണ്, വളരെ കുറഞ്ഞ ചെലവേ ഉള്ളൂ, 1 വർഷം കൊണ്ട് പണിത് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അന്ന് വലിയൊരു ക്യാമ്പയിൻ നടന്നു. അന്ന് പാരീസിൽ മുതൽ ആർട്ടിസ്റ്റ് എഗെയിൻസ്റ്റ് ഐഫിൽ ടവർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ നടന്നു. ആ ക്യാമ്പയിനില് എന്താണ്, ഈ പാരീസ് എന്ന് പറയുന്ന ഒരു കലകളുടെ നഗരമാണ്. ആ നഗരത്തിൽ ഇങ്ങനെ
ഇതുപോലൊരു കമ്പിയും ഒരു വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന ഒരു സാധനം അത് പാരീസിന്റെ ഭംഗിയൊക്കെ എടുത്തും. അപ്പൊ അന്ന് ഗുസ്താവ് ഈഫൽ പറഞ്ഞു, 20 വർഷം നിങ്ങൾ ഇത് പൊളിച്ചു കളയണ്ട, എന്റെ സ്വന്തം ചെലവിൽ ഞാനിത് പണിതു തരാം, നിങ്ങൾ പൈസ മുടക്കണ്ട. 20 വർഷം കഴിയുമ്പോൾ 20 വർഷം വരെ ഞാൻ ആളുകളെ കയറ്റി ഇറക്കി ഞാൻ പൈസ ഉണ്ടാക്കിക്കോളാം, അത് കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ പൊളിച്ചു കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഗുസ്താവ് ഈഫൽ അത് പണിതു കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് തന്നെ വന്നു ഈഫൽ ടവർ എന്ന് വന്നു. 130-ലധികം കുറച്ച് തൊഴിലാളികളെ കൊണ്ട് 1 വർഷം കൊണ്ട് പണിതതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഐഫൽ ടവർ. അപ്പൊ കലകളുടെ നാടായിരുന്ന പാരീസിനെ 20 വർഷം കഴിഞ്ഞു, 40 വർഷം കഴിഞ്ഞു, 60 വർഷം കഴിഞ്ഞു, ഇന്നിപ്പോ ഇത് ഇവിടെ എത്തി നിൽക്കുന്നു, പാരീസിന്റെ അടയാളമായിട്ട് എത്തി നിൽക്കുന്നു. ഇത് ഒരു അന്ന് അത്രയും എതിർപ്പ് വന്നൊരു കെട്ടിടം ഇന്ന് പാരീസിന്റെ അടയാളമായി. ഞാൻ നേരത്തെ പറഞ്ഞ മിഷ്കാൽ മസ്ജിദ് അന്ന് പണിത സമയത്ത് പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട്, ഇവിടെ പോർച്ചുഗീസുകാരുമായിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ട്. പോർച്ചുഗീസ് യുദ്ധത്തിന്റെ ഇടയിൽ അവർ ആദ്യം നശിപ്പിച്ച പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് ഇവിടുത്തെ മിഷ്കൽ മസ്ജിദ് എന്ന് പറയുന്നത്. പള്ളിയുടെ മുകളിലത്തെ നിലയിൽ കയറുന്ന, അന്ന് പള്ളിക്ക് 7 നിലയുണ്ടായിരുന്നും 5 നിലയുണ്ടായിരുന്നു എന്നും പറയുന്നവരുണ്ട്. 7 നിലയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ന് 5 നിലയുണ്ട്. അതിൽ നമ്മൾ ആ നിലയിൽ, മുകളിലത്തെ നിലയിൽ കയറി നോക്കിയാൽ ഇന്നും പോർച്ചുഗീസ് തീപിടുത്തത്തിൽ തീ കത്തി അതിന്റെ പാട് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊരു ചരിത്ര സ്മാരകമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട്. കോഴിക്കോടിന്റെ അല്ലെങ്കിൽ മലബാർ തുറമുഖത്തിന്റെ ഇന്നത്തെ നമ്മുടെ റിയൽ കേരള ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ അതേ സാധനത്തിന് ഇവിടെ ആളുകൾ ഇന്നും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒരു ഫ്രട്ടേണിറ്റി പോലും ആയിട്ടും സാഹോദര്യത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് ശീലമായ കാര്യമാണ്, ഹിസ്റ്ററി വഴി നമുക്ക് യൂസ്ഡ് ആയ കാര്യമാണ്. ആ ശീലത്തിലാണ് ഇന്നത്തെ നമ്മളുടെ സമാധാനം. കാരണം ലാസ്റ്റ് ഒരു 100 ഇയേഴ്സോ അല്ലെങ്കിൽ നമ്മൾ എടുത്തു നോക്കിയാൽ പൊതുവെ ലോകത്തിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ സമയം. എന്നാലും മുമ്പുള്ളതിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ഒരു സമാധാനത്തിൽ തന്നെയാണ് എല്ലാ ജനങ്ങളും പല രാജ്യങ്ങളും ജീവിക്കുന്നത്. ഈ യുദ്ധങ്ങളും കാര്യങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും സമാധാനം. ഇതിൽ തന്നെ ഒരു ഇന്ത്യയിൽ തന്നെ എല്ലാവരും പറയുന്ന ഒരു മേജർ ഏരിയ കേരളത്തിന്റെ ആ ഒരു സാംസ്കാരിക സാമുദായിക ഐക്യമാണ്. ഇതിന് നമുക്ക് ചരിത്രപരമായി തന്നെ റീസൺ ഉണ്ട് എന്നുള്ളത് ആണ് അതിന്റെ വസ്തുത. ഇത്രയും വർഷങ്ങൾ അറബികളും പേർഷ്യൻസും ചൈനീസും ആഫ്രിക്കൻസും ഇന്ത്യയിൽ തന്നെയുള്ള ഗുജറാത്തി ഗുജറാത്തിൽ നിന്നും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഈ കൾച്ചർ ഇവിടെ നിന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും പോയിരുന്നു. ഇപ്പൊ ഇബ്നു ബത്തൂത്തയൊക്കെ തന്നെ പല രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ മലബാർ തീരത്തിനോട് സാമ്യമുള്ള തുറമുഖങ്ങൾ വരെ കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചു മലബാർ എന്നൊക്കെ പറയുന്നത്, ഉഫാർ എന്ന് പറയുന്ന കൊച്ചു മലബാർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റെഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിരുന്നു ഇവിടുത്തെ ഈ ഒരു ഇവിടുത്തെ ഒരു കമ്മ്യൂണൽ ഹെർമണിയും ഇവിടുത്തെ ഒരു ആളുകളുടെ ഇവിടെ ആർക്കും വരാം, ഇവിടെ ആർക്കും വരാം. ചരിത്രത്തിന്റെ എന്താണ് ഇവിടുത്തെ സ്വൈര്യ ജീവിതം ആളുകളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കാത്തിടത്തോളം കാലം ഇവിടെ ആർക്കും വരാം, കച്ചവടം ചെയ്യാം, ജീവിക്കാം. ഇതായിരുന്നു കോഴിക്കോടിന്റെ, ഇന്നത്തെ നമ്മുടെ കോഴിക്കോടിന്റെയും മലബാറിന്റെയും വർത്തമാനകാലത്തെ, കേരളത്തിനെ തന്നെ വർത്തമാനകാലത്തെ സ്വാധീനിച്ച ചരിത്ര സംഭവങ്ങളാണിത്. നമുക്ക് വിശദമായി അടുത്തൊരു സെക്ഷനിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഹിസ്റ്ററിയുടെ ഓർമ്മകളും നമ്മൾ ഒരിക്കലും ഒരു ജസ്റ്റ് പഴയ ചരിത്ര കെട്ടുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അതങ്ങനെ ഒരു പുസ്തകത്തിലേക്ക്, ഇത് വെരി മച്ച് അബൌട്ട് ദ പ്രസന്റ് ആണ്. ഇന്നത്തെ ലോകം എങ്ങനെ ഷേപ്പായി, ഇന്നത്തെ സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതിനൊക്കെയുള്ള കാരണം കൂടിയാണ് ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ നിലയിൽ തന്നെ ചരിത്രത്തെ നമ്മൾ സമീപിക്കണം. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ചരിത്രം പുസ്തകങ്ങളിൽ മാത്രം ജീവിക്കുന്നില്ല, അത് മനുഷ്യരുടെ ഓർമ്മകളിലും കഥകളിലും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രിയ അതിഥിയായ ഇമാദ് അമീൻ സർ ചരിത്രത്തെ ഒരു പാഠപുസ്തക വിഷയത്തിൽ നിന്ന് ജീവിക്കുന്ന അനുഭവമാക്കി മാറ്റി. കാലം കടന്നുപോയാലും ചില പേരുകൾ വെളിച്ചം പോലെ നിലനിൽക്കും. വക്കം അബ്ദുൽ ഖാദറിന്റെ ചിന്തകളുടെ പ്രകാശം ഇന്ന് അദ്ദേഹത്തിന്റെ പൗത്ര പരമ്പരയിലെ ഇമാദ് അമീൻ സാറിലൂടെ കഥകളായി, ഓർമ്മകളായി, ചരിത്രമായി നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് കാണാൻ കഴിഞ്ഞു. സ്വതന്ത്ര സമരത്തെക്കുറിച്ചുള്ള നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഓർമ്മകളിലൂടെ, അതെ, അത് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ചരിത്രവും ഓർമ്മയും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധവും, ചരിത്രം വെറും തീയതികളിലൂടെയും സംഭവങ്ങളുടെയും ശേഖരമല്ലെന്നും
തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന കഥകളുടെയും അനുഭവങ്ങളുടെയും ജീവിച്ചിരിക്കുന്ന പാരമ്പര്യമാണെന്നും അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. കോഴിക്കോടിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ സ്കൂൾ കാലത്തെ സാമൂഹ്യശാസ്ത്ര പുസ്തകങ്ങളിലെ പല പാഠങ്ങളും വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. വാസ്കോഡ ഗാമയ്ക്ക് മുമ്പ് കോഴിക്കോട്ടെത്തിയ യാത്രികരെ കുറിച്ച് ഞാൻ പലപ്പോഴും സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തപ്പോൾ അങ്ങനെയൊന്നില്ല എന്നാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. പക്ഷെ ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോഴിക്കോട് എത്തിയ യാത്രികരെ കുറിച്ചും കുരുമുളകിന്റെ ആഗോള പ്രാധാന്യത്തെക്കുറിച്ചും സാമൂതിരിയുടെ ഭരണത്തെക്കുറിച്ചും ഹിപ്പാലസ് കാറ്റിനെ കുറിച്ച് വെറും ഒരു കാറ്റല്ല അത്, കോഴിക്കോടിന്റെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചും മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച അറിവുകൾ ചരിത്രത്തെ കൂടുതൽ സജീവമാക്കി. മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം KLF-ൽ അതിഥിയായി എത്തിയ സുനിത വില്യംസ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഭക്ഷണ കൾച്ചർ, ഫുഡ് കൾച്ചർ നിലനിന്നതും വന്നതും ഒക്കെ വിശദീകരിച്ചതായി പലയിടത്തും വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയെക്കുറിച്ചും പുരാതന വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ നാം പാഠപുസ്തകങ്ങളിൽ വായിച്ച ചരിത്രം പുതിയ നിറങ്ങളോടെ നമ്മുടെ മുന്നിൽ വീണ്ടും തുറക്കപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ട ഇമാദ് അമീൻ സർ, ഇന്ന് നിങ്ങൾ ചരിത്രം പറഞ്ഞില്ല, ചരിത്രം മാത്രം പറഞ്ഞില്ല, ചരിത്രത്തെ കേൾക്കാനും അനുഭവിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചു. യുറൂമെ എന്ന യാത്രാ വിവരണത്തിലൂടെയും റുഹൂൻ റുഹൂം എന്ന നോവലിലൂടെയും മനുഷ്യരെയും സ്ഥലങ്ങളെയും സമയത്തെയും ബന്ധിപ്പിക്കുന്ന സാറിന്റെ എഴുത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രഭാഷണത്തിലും നമുക്ക് അനുഭവിക്കാനായി. നമ്മുടെ ഭൂതകാലത്തെ കഥകളിലൂടെ സംരക്ഷിക്കാനും ഓർമ്മകളിലൂടെ ഭാവിയിലേക്ക് കൈമാറാനും പഠിപ്പിച്ച ഈ മനോഹരമായ അവതരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർക്കും ശ്രദ്ധയോടെ കേട്ട എല്ലാ പ്രിയപ്പെട്ട പങ്കാളികൾക്കും, അതെ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. ഓർമ്മകൾ മാഞ്ഞു പോകുമ്പോൾ ചരിത്രം നഷ്ടപ്പെടുന്നു, കഥകൾ പറയപ്പെടുമ്പോൾ ചരിത്രം ജീവിച്ചിരിക്കുന്നു. When memories find a voice, they become stories. When stories survive generations, they become history. അതെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.